2022 ജൂലൈ 25 ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ദിവസം. ഇന്ത്യയുടെ പരമോന്നത പദവിയിലേക്ക് ഒരു സാധാരണ ആദിവാസി ഗ്രാമത്തിൽ നിന്ന് ഒരുവൾ നടന്നുകയറി. ദ്രൗപദി മുർമു, ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി. Set to get its 15th president. यूपी और ओडिशा में द्रौपदी मुर्मू के सपोर्ट में क्रॉस वोटिंग हुई है. Dr. Manmohan Singh are being brought in to cast his vote. The presidential polls counting is currently underway, but that hasn't stopped the celebrations from continuing. ट्रेडिशनल डांस होगा, आदिवासी लोग मिठाई उठाई की डिस्टिंक्शन होगा. This is a very historic, significant moment. Draupadi Murmu ji has become the 15th president of India. ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുമുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ഈ നിമിഷം കേവലം ഒരു വ്യക്തിയുടെ വിജയമായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകളായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദിവാസി സമൂഹത്തിന് ലഭിക്കുന്ന പുതിയ ഉണർവിൻ്റെ പ്രതീകമായിരുന്നു. 1988 ജൂൺ 20 ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉബർബേദ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു സാധാരണ സന്താൾ ആദിവാസി കുടുംബത്തിലാണ് ദ്രൗപദി മുർമുവിൻ്റെ ജനനം. വൈദ്യുതിയും റോഡുമില്ലാത്ത ആ ഗ്രാമത്തിൽ വിദ്യാഭ്യാസം നേടുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം ഗ്രാമത്തിൽ പൂർത്തിയാക്കിയ ദ്രൗപദി ഉപരിപഠനത്തിനായി ഭുവനേശ്വറിലേക്ക് പോയി. രമാദേവി വിമൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടുകയും ചെയ്തു. പഠനം പൂർത്തിയാക്കിയ ശേഷം സർക്കാരിൽ ജൂനിയർ അസിസ്റ്റൻ്റായും പിന്നീട് അധ്യാപികയായും അവർ സേവനമനുഷ്ഠിച്ചു. വ്യക്തിജീവിതത്തിൽ വലിയ ദുരന്തങ്ങളെ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. 2009 2015 ഇടയിൽ ഭർത്താവിനെയും 2 മക്കളെയും അവർക്ക് നഷ്ടപ്പെട്ടു. ഈ ആഘാതങ്ങളിൽ തളരാതെ അവർ പൊതുപ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി. 1997 റായ്പൂർ നഗരപഞ്ചായത്ത് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ദ്രൗപദി മുർമുവിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 2000 റായ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഒഡീഷ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. BJP സഖ്യ സർക്കാരിൽ മന്ത്രിയായും പ്രവർത്തിച്ചു. മികച്ച പാർലമെൻറ്റേറിയനുള്ള നീലകണ്ഠ അവാർഡും അവർക്ക് ലഭിച്ചു. 2015 അവർ ജാർഖണ്ഡിൻ്റെ ഗവർണറായി നിയമിതയായി. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയിലെത്തുന്ന ആദ്യത്തെ ആദിവാസി വനിതയായിരുന്നു ദ്രൗപദി മുർമു. ഈ പദവിയിൽ 5 വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ച് ആദിവാസി ക്ഷേമത്തിലും വിദ്യാഭ്യാസത്തിലും അവർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദിവാസി സമൂഹങ്ങൾ എന്നും പോരാട്ടങ്ങളുടെയും അതിജീവനത്തിൻ്റെയും പ്രതീകങ്ങളായിരുന്നു. ഭരണഘടന ആദിവാസി സമൂഹങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ ഉറപ്പാക്കിയെങ്കിലും നിർണായകമായ പല തീരുമാനങ്ങളിലും അവരുടെ ശബ്ദം വേണ്ടത്ര കേൾക്കപ്പെട്ടിരുന്നില്ല എന്ന വിമർശനം നിലനിന്നിരുന്നു. ദ്രൗപദി മുർമുവിനെ പോലെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഒരു ആദിവാസി വ്യക്തി എത്തുന്നത് ഈ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് കേവലം ഒരു പ്രതീകാത്മക സ്ഥാനമല്ല, മറിച്ച് ദൂരവ്യാപകമായ രാഷ്ട്രീയവും സാമൂഹികവുമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു മാറ്റത്തിന് തുടക്കമാണ്. ദ്രൗപദി മുർമുവിൻ്റെ രാഷ്ട്രപതി സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദിവാസി സമൂഹങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നു. രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിൽ തങ്ങളിൽ നിന്നൊരാളെത്തുന്നത് ആദിവാസി വിഭാഗങ്ങൾക്ക് വലിയ ആത്മാഭിമാനവും ആത്മവിശ്വാസവും നൽകുന്നു. ആദിവാസി മേഖലകളിലെ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭൂമി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ ഇത് സഹായിച്ചേക്കാം. ആദിവാസി സംസ്കാരങ്ങൾ, ഭാഷകൾ, ആചാരങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതിന് ദേശീയ തലത്തിൽ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും. ദ്രൗപദി മുർമുവിൻ്റെ വിജയം കൂടുതൽ ആദിവാസി യുവാക്കൾക്കും സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ പ്രചോദനമാകും. ଓଡ଼ିଶା ଅଛି, ମୁଁ ଅତ୍ୟନ୍ତ ଆନନ୍ଦିତ। ദ്രൗപദി മുർമുവിൻ്റെ ജീവിതം ഒരു സന്ദേശമാണ്. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് ഏതൊരാൾക്കും എത്ര വലിയ പ്രതിബന്ധങ്ങളും തരണം ചെയ്യാനാകുമെന്ന സന്ദേശം. അവരുടെ രാഷ്ട്രപതി പദവി ആദിവാസി സമൂഹങ്ങളെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. ഇത് ചരിത്രപരമായ നീതിയുടെയും സമത്വത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ജനാധിപത്യത്തിൻ്റെ ശക്തിയുടെയും പ്രതീകമായി എന്ന് നിലനിൽക്കും. ജയ് ഹിന്ദ്.